ഭദ്രകാളി. മനസ്സിലായി. ഇത് അതിലൊന്നും നിൽക്കണൊക്കെ എന്റെ റൂട്ട് എനിക്ക് മനസ്സിലായി, പക്ഷെ അത് ഇവിടെ എത്തില്ല. എനിക്ക് പുറത്ത് അത്ര ഒന്നും കാണിക്കണ്ട, മറോട്. സുരേഷ് ഗോപി എന്തോടായി കാണിക്കുന്നത്? അത് നമ്മള് 4 പേര് എല്ലാം കൂടെ ചേർക്കുന്നത് എന്തിനാ? ചിരിപ്പിച്ചാൽ പ്രായം കഷ്ടപ്പാടാണ് ചിരിപ്പിക്കാൻ. ഞാൻ എന്ത് ചെയ്താലും കോമഡി ആവുന്നുള്ളതാണ്. സീരിയസ് ചെയ്താലും ചിരിച്ചു. ഈ സണ്ണി ലിയോൺ ഫ്ലവേഴ്സിൽ ഓണത്തിന് വരികയാണെന്ന് പറഞ്ഞത് അവരതിനു മുമ്പ് നമ്മളെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ആരും വേണ്ടെന്ന് പറഞ്ഞ് പോയിക്കോളാം. ഗേറ്റിന്റെ അവിടെ പറഞ്ഞു നടക്കണ്ടായിരുന്നു. ഇവിടെ ഒരു മറകൊക്കെ സൈന സർപ്ലസിന്റെ എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. യു വാച്ചിങ് ആ ഷോ ബോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. അപ്പം മിനി സ്ക്രീനിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച് കുറച്ച് കോമഡി ആർട്ടിസ്റ്റുകളാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അവരിതാ അവിടെ എന്നെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അവരെ പോയിട്ട് വെൽക്കം ചെയ്യാം. സോ ഇന്നത്തെ എപ്പിസോഡിൽ അവരുടെ ചാറ്റും കുറച്ച് ഗെയിമും കുറച്ച് ഫുഡിങ് പരിപാടികളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. Let's go. ഹായ്. ഹാസ്യ രാജാക്കന്മാരും രാജ്ഞിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം വെൽക്കം വെൽക്കം. ആക്ച്വലി ഇവിടെ അല്ല, നിങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് ഗെയിമും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ മോളിൽ ഒരു വലിയ സ്ഥലം ചായ്പൊന്നുമില്ല. ഈ ഒരു സെറ്റപ്പ് കണ്ടിട്ട് ഒരു ചായ്പ് പോലെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലെ? അങ്ങനെ പിന്നല്ലേ, നിങ്ങളെ പോലെ അമ്മമാര് വരുമ്പോഴത്തേക്കും നമുക്ക് മോളിക്ക് വാ സുമി ചേച്ചി. ഞാൻ ആക്ച്വലി സുമി ചേച്ചിയുടെ ഒരു ആരാധികയാകട്ടെ. ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങളുടെ പാടായി വരൂ ഗൈസ്. വിശേഷം? നിങ്ങളൊക്കെ ശരിക്കും എവിടെയാ താമസിക്കുന്നത്? ഞാൻ വൈക്കം. ഞാൻ പന്തളം, ഇപ്പൊ ഹരിപ്പാട്. അപ്പതാ ഇതാണ് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലം. അപ്പൊ നിങ്ങളെ അറിയാലോ എങ്ങനെ ഇരിക്കേണ്ടത്. സും ചേച്ചി ഷജീർക്ക് ഇവിടെ, ചേട്ടൻ പാച്ചാണ് ഇവിടെ. അപ്പൊ എന്റെ 4 ഗസ്റ്റിനെയും കൊണ്ട് ഞാൻ വന്ന് ആസനസ്ഥയായിട്ടുണ്ട്. അപ്പം ഞാൻ എവിടെ നിന്ന് തുടങ്ങും? ഇവിടെ ഇങ്ങനെ ഹൗസ്ഫുൾ ആയിട്ട് എന്റെ മുന്നിൽ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സൈഡിൽ തുടങ്ങാം. നിങ്ങൾ പറയാം, നമുക്കൊരു ലേഡീസ് ഫസ്റ്റ് അങ്ങനെ സാധനം ഇല്ലേ? അല്ല, ഞാൻ കോമൺ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. അപ്പൊ നിങ്ങൾ അങ്ങ് പറയണം എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എങ്ങനെയാണ് ലൈഫിന്റെ ഒരു ഫ്ലോ ഇങ്ങനെ പോകുന്നത്? ആഗ്രഹിച്ച ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിയോ? ഒരു ഫെയിം ആൻഡ് പവർ, മണി വോയിസ്, എന്താണ് ഹൗസ് ദ ഗിഗ് ഗോയിങ്? ഇങ്ങനെ പോകുന്നു ജീവിതമൊക്കെ നന്നായിട്ട് പോകുന്നു. പിന്നെ ഈ ഫെയിമും പവറും ഒക്കെ നമ്മളല്ലല്ലോ പറയണ്ട, ഓരോരുത്തർ തരുമ്പോഴല്ലേ നമുക്ക് തിരിച്ചറിയാം. അയ്യോ കുഴപ്പമില്ല. 10 പേരിൽ ഒരാള് തിരിച്ചറിയുമ്പോൾ ഒരു സന്തോഷം. ഇവരെയൊക്കെ എന്നെ പണ്ട് തൊട്ടിട്ട് ഞാൻ സത്യം ഞാൻ പറയട്ടോ, പോൾസൺ ചേട്ടനെ ബാസേനൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഈ പ്രായം തൊട്ട് കോമഡി സ്റ്റാർ ഇതിപ്പോ ആരും കാണാനില്ല. 3 പിള്ളേരും അമ്മാവനുമായിട്ട് വന്നിരിക്കുന്നു. അല്ല, പക്ഷെ ഇത് നിങ്ങളൊരു കോംപ്ലിമെന്റ് ആക്കി എടുക്കണം. കാരണം എന്താണെന്നറിയോ, ഇവരെ അന്ന് കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ തന്നെയാണ് നിങ്ങൾ ഇന്നും ഇരിക്കുന്നത്. മമ്മൂക്ക ഞാനൊക്കെ ഒരേ അല്ല, അതിനൊരു രഹസ്യം എന്ന് പറയാം. ഇത്ര ചിരിക്കുന്നത് കൊണ്ടോ ചിരിപ്പിക്കുന്നത് കൊണ്ടോ? ഒരുപാട് ചിരിച്ചാൽ പ്രായം കുറയുന്നൊക്കെ പറയുമല്ലോ. ചിരിച്ചാൽ പ്രായം കുറയും, പക്ഷെ ചിരിപ്പിച്ചാൽ പ്രായം നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ പറയുന്നത് ചിരിപ്പിക്കാൻ. അത് വരുമ്പോഴോ ചോദിക്കണമെന്ന് വെച്ചിട്ട്, നിങ്ങളിപ്പം ബമ്പർ ചിരിയിലും ഫ്ലവേഴ്സിലും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ചിരിപ്പിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ജഡ്ജ് ആരാ? ഏറ്റവും പാടുള്ള ജഡ്ജ് ആരാ?
നസർക്ക ചിരിപ്പിക്കാൻ ആണോ? സംക്രാന്തി മെസ്സേജ് അതെന്താ അദ്ദേഹം നിങ്ങളുടെയൊക്കെ ഒരു ആയതുകൊണ്ടാണ് മിമിക്രിക്കാരനായതുകൊണ്ട് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മുടെ റൂട്ടും കാര്യങ്ങളും നമ്മൾ എങ്ങനെയാ പ്രസന്റ് ചെയ്യുന്നതെന്ന് അറിയാം. അത് മാത്രം പറയാൻ പറ്റില്ല. അപ്പൊ ഷാജാനൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഷാജനുണ്ട്. പക്ഷെ ഷാജന് അല്ല, ഒരു ആസ്വാദന രീതി പുള്ളിയുടെ അങ്ങനെയാണ്. പുള്ളി അങ്ങനെ ഉറക്കെ ചിരിക്കില്ല, പുള്ളി ചിരിക്കണ്ടേ. മറ്റുള്ളവർ ഷാജാനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന അവരെ ചിരിയാണ് നമുക്ക് ഭയങ്കര ഊർജ്ജം പെട്ടെന്ന് കിട്ടും നമുക്ക്. ആണല്ലേ? അപ്പൊ നിങ്ങളിങ്ങനെ പെർഫോം ചെയ്യുന്നതിനിടയിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് പറയൂ. കാരണം ഞങ്ങൾ ആസ് ഓഡിയൻസ് ഇപ്പൊ നിങ്ങളൊരു പെർഫോമൻസ് കാണുമ്പോഴേ ഞാനൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് കാണാം. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിലൂടെ എന്തായിരിക്കും പോകുന്നത്. MRI എടുത്ത് നോക്കി അറിയാം. നമുക്ക് ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഓഡിയൻസിന് നമുക്ക് പെർഫോം ചെയ്യുമ്പോൾ കുഴപ്പമില്ല. കാരണം അവര് നിഷ്കളങ്കമായിട്ട് ആസ്വദിക്കുമല്ലോ. മറ്റൊരു ജഡ്ജി എപ്പോഴും കമ്പയർ ചെയ്തിട്ടാണല്ലോ നിൽക്കുന്നത്. ഒരു ടീം ചെയ്ത് അതെങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചിരിച്ചില്ലെങ്കിലുള്ള ഒരു ടെൻഷനുള്ളൂ. ചിരിച്ചാൽ പിന്നെ നസറൊക്കെ ഇത് കേൾക്കണം, ഇടയ്ക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് ചിരിച്ചു കൊടുക്കണം. ഇവിടെ MRI ലെവൽ വരെ എത്തിയിട്ടുണ്ട്. ഭയങ്കര സപ്പോർട്ടാ പുള്ളി. പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. പോരായ്മകളുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓരോ ഇത് കഴിയുമ്പോഴും നന്നായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചിരിപ്പിക്കാൻ എളുപ്പമുള്ളത് മഞ്ജു ചേച്ചിനെയാണെന്ന്. മഞ്ജേച്ചിയാണ്. മഞ്ജേച്ചി പെട്ടെന്ന് ചിരിക്കുമോ? ചേച്ചി പറ കേക്കട്ടെ. ചേച്ചി ആ ഫ്ലോറിൽ എന്താണോ കാണുന്നത് പോലെ തന്നെ നമ്മള് വെളിയിൽ കാണുമ്പോൾ ഫ്രണ്ട്ലി ആണ്. പെട്ടെന്ന് ചിരിക്കും. നല്ല സപ്പോർട്ടാണ്. സാബു ചേട്ടനോ? നന്നായിട്ട് ആസ്വദിക്കും. എന്തെങ്കിലും കയ്യിൽ നിന്ന് എന്ത് കേട്ടാലും പെട്ടെന്ന് കയറിച്ചിരിക്കുന്ന. അതേപോലെ നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നത് അതുപോലെ വരികയും ചെയ്യും. അല്ല, കയ്യിൽ നിന്ന് പോയ നല്ലപോലെ പുള്ളി ഏറി കയറ്റുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേ? പുള്ളി പിന്നെ തഗ്ഗിന്റെ ആളാണല്ലോ. ഓക്കെ. ഈ നിങ്ങൾ ഈ ഇത് ചെയ്യുമ്പോഴുള്ള കോണ്ടന്റ് ഒക്കെ നിങ്ങൾ തന്നെയാണോ ഉണ്ടാക്കുന്നത്? ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇത്രമാത്രം ഐഡിയ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളൊരിത്. വേറെ നിവർത്തിയില്ല. അല്ലെ, നിങ്ങൾ ഇപ്പൊ ഇവര് ഒരു കപ്പിളായിട്ടാണ് രണ്ടാളും ചെയ്യുന്നത്. സോ എങ്ങനെ ഇതിൽ ആരാണ് ആ എഴുത്ത് കുത്തിന്റെ പുറകിലുള്ള ആള്? ഈ ടീമിലും ഈ ടീമിലും ഇരിക്കും. എല്ലാരും കൂടി ഇരിക്കും. എല്ലാരും കൂടി ഇരിക്കും. ഞങ്ങൾ രണ്ടുപേരുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ വേറെ ഒരു ആൾക്കാരുണ്ടല്ലോ. ഞങ്ങളുടെ മനസ്സങ്ങനെ പാരം നടക്കും റൂമിനകത്ത് മൊത്തം. ഈ കോമഡി ചെയ്യുന്ന ആൾക്കാർ ശരിക്കും ഭയങ്കര ജീവിതത്തിൽ സീരിയസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അതിനോട് യോജിക്കുന്നു? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഞാനിപ്പം ബാസ്റ്റേട്ടൻ പോൾസൺ ചേട്ടനെ പറ്റിയിട്ട് സുമിച്ചേച്ചി ഷെജേട്ടനെ പറ്റിയിട്ട് പറയണം. അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആക്കി പറയാം. അപ്പോഴാണല്ലോ സീരിയസ് ആണല്ലേ? ഞാനുണ്ടല്ലോ സത്യത്തില് ഭയങ്കര ഇവരിങ്ങനെ ജോളി ആയിരിക്കും. ഞാൻ ഓർത്തത് കൂട്ടത്തിൽ ഏറ്റവും ജോളി ആയിട്ടുള്ളത് ബാസ്റ്റേട്ടൻ. കാരണം സ്റ്റേജിൽ കയറിയ വേറെ ആളാ. പക്ഷെ ഇവിടെ വന്നിട്ട് ഏറ്റവും സീരിയസ് ബാസ്റ്റേട്ടനാ. പക്ഷെ നിങ്ങൾ പൊതുവെ സീരിയസാ ആണോ ബാസ്റ്റേട്ടാ? പുള്ളി ഭയങ്കര സീരിയസ് ആണ്. അല്ല, സീരിയസ് ആണ്. വീട്ടിലും സീരിയസ് ആണെന്നാണ് കെട്ടുകൽവി ഭാര്യയൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഷൂട്ടിന് വരുമ്പോഴും ഒക്കെ സീരിയസ് ആണ്. ഈ ചിരി ഇപ്പൊ മാത്രമേ ചിരിയുള്ളൂ. ആ സ്റ്റേജ് കയറുന്ന സമയമാണ് അദ്ദേഹം കോമഡി ആയിട്ടുള്ളൂ. അല്ല, സംഭവം പുള്ളി ഗ്രഹിച്ചു വെക്കുമെന്ന് തോന്നുന്നു ഉള്ളിൽ. എന്നിട്ട് ഫ്ലോറിൽ വിതറാൻ വേണ്ടിട്ട്. ഓക്കെ. ഇവിടെയോ നീ എത്രത്തോളം പറഞ്ഞതനുസരിച്ച് എനിക്ക് ഷെജീറേട്ടൻ എല്ലായ്പ്പോഴും സീരിയസ് അല്ല. എനിക്ക് തോന്നുന്നു മൈൻഡ് ഔട്ട് ആവുന്ന സമയത്ത് മൈൻഡ് ഔട്ട് ആവുന്ന ഏത് സാഹചര്യം അതിപ്പോ മനുഷ്യന്മാരല്ലേ, എവിടെ മൈൻഡ് ഔട്ട് ആവുന്ന നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് സീരിയസ് ആവാൻ പറ്റുള്ളൂ. പക്ഷെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരുമ്പോ നമ്മൾ മൈൻഡ് ഔട്ട് ആവൂലേ? അത് ചേച്ചി ദേഷ്യം വരുമ്പോ എല്ലാരും ദേഷ്യത്തിലല്ലേ? ഫുൾ ടൈം സീരിയസ് അല്ല എന്ന് പറയായിരുന്നു. രക്ഷപ്പെട്ട ഇനി പറ. ഇത് ഫുള്ള് തമാശ, കുട്ടിക്കളിയുടെ അങ്ങേറ്റം. നമ്മൾ ടെൻഷൻ അടിച്ച് എഴുതായിരുന്നാൽ റീല്, കുട്ടിക്കളി, എങ്കിലും പകരം നടക്കുക, ഇതൊക്കെ പരിപാടി. ഒരു ടെൻഷൻ അറിയില്ല. ഇവര് മൂന്നാളും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൊമേഡിയൻസ് ആണ്. പക്ഷെ ചേച്ചി ഇവരുടെ ഇടയിൽ ഒരു ന്യൂബി അല്ലേ കമ്പയർ ടു നിങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും? എവിടെ നിന്നാണ് ഈ മുത്തിനെ കൊണ്ടുവന്നത് ചേട്ടാ? പറയൂ. ആ മുത്തിനെ ഞാൻ തന്നെ വന്നത് അങ്ങോട്ട്. ഇത് ഒറ്റയ്ക്ക് വന്നത്, ഞാൻ ഒറ്റയ്ക്ക് വന്നത്. പിന്നെ ലക്കിന് ഞങ്ങള് ടീമാക്കി തന്നു, അവരെന്നെ ടീമാക്കിയിട്ട് തന്നു. അപ്പൊ ചേച്ചിയുടെ ജേർണിയാണ് ഞങ്ങക്ക് കേൾക്കേണ്ടത്. കമന്റ് സെക്ഷനിലൊക്കെ എല്ലാരും പറയണത് കൽപ്പന ചേച്ചിന്നാ വിളിക്കുന്നത്.
കേട്ടോ കേട്ടോ ആ കമന്റ് കണ്ടിട്ടുണ്ടോ? ആ കമന്റ് കണ്ടാണ്. പക്ഷെ കൽപ്പന ചേച്ചി വല്ല നമ്മള് ആണല്ലേ. എല്ലാരും പറയണത് സിനിമയിലേക്ക് ഒരു ഭാവി വാഗ്ദാനമാണ്, കൽപ്പന ചേച്ചിക്ക് പകരമാണ് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അത് വരേണ്ട സമയം കഴിഞ്ഞു. അപ്പോഴേക്കും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പൊ ഞാൻ എന്റെ ആറ്റിറ്റ്യൂഡ് മറക്കുമല്ലോ. അല്ല ചേച്ചി, ഞാൻ ചോദിക്കട്ടെ, ചേച്ചിക്ക് തമാശ ചെയ്യാൻ മാത്രമാണ് പക്ഷെ അത് എല്ലാ ടൈപ്പ് വേഷങ്ങളും ചെയ്യാൻ ആണോ? ഞാൻ എന്ത് ചെയ്താലും കോമഡി ആവുന്നുള്ളതാണ്, സീരിയസ് ചെയ്താലും ചിരിച്ചു. അപ്പൊ ആ അവസരം പോയി. ഒരു സീരിയസ് ഓക്കെ, പറയൂ ചേച്ചി. കമന്റ്സ് ഒക്കെ കാണാറുണ്ട്? കമന്റ്സ് കാണും, മോശമായിട്ടുള്ള കമന്റ്സും കാണും കേട്ടോ, നല്ലതായിട്ടുള്ള അല്ല, അല്ലാതുള്ള കമന്റ്സും കാണും. നമ്മൾ നല്ലത് മാത്രം നോക്കിയാൽ മതി. അതെ, അത്രേ ഉള്ളൂ. നമ്മൾ ജീവിക്കാൻ പിന്നെ 10-12 ഫേക്ക് ഐഡി നിങ്ങൾക്ക് വരണ എല്ലാ പല നെഗറ്റീവ് കമന്റും അതല്ല മീനാക്ഷി, നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാവുന്ന സമയമില്ല. നമ്മൾ നല്ലത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് കൂടുതലും പോസിറ്റീവ് അല്ല നമ്മുടെ മനസ്സിലോട്ട് കയറുന്നത്, നെഗറ്റീവ് ആയിരിക്കും. ഞാൻ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ജീവിക്കാൻ വരുന്നവരല്ലേ നമ്മള്. ഇങ്ങനെ കമന്റ് ഇടുന്നവരെ എളുപ്പമല്ലല്ലോ. അതെ, ഈ ശൈലിക്ക് ഇപ്പൊ പഠിച്ചാട്ടോ ഇതിനു വേണ്ടി പിന്നെ എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു അറിയാമോ? അല്ല, ചേച്ചിയുടെ ആദ്യത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ ഇന്റർവ്യൂസിനൊക്കെ ഇതിനു ഇരുന്നിട്ടില്ലേ? അപ്പൊ ചേച്ചി എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചിരുന്നു ഇന്റർവ്യൂവിന് വരുന്നതിന് ഒരു മുന്നോടിയായിട്ട്? ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കരുത്. അവള് പറഞ്ഞ ഫുഡ് കഴിക്കാൻ മാത്രം വാ തുറക്കുന്നു പറഞ്ഞു. ഇപ്പൊ ഇവിടെ തുറന്നോണ്ടിരിക്കുന്നു. സ്ഥിരമായിട്ട് പുള്ളിക്കാരിയായിരുന്നു കമ്മ്യൂണിക്കേഷനെ. ഞങ്ങളുടെ ഒരു കോർഡിനേറ്റർ ആയിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ കൺട്രോളർ ആക്കി ഇപ്പൊ വരും വണ്ടി എങ്ങനെയാണ് നമ്മളെപ്പോ ഫ്രീ ആക്കും എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ചേച്ചിയാണ് മൊത്തത്തിൽ ഇപ്പൊ ഒരു ടീം ലീഡ് ആയിട്ട് ഇവര് വെച്ചിരിക്കുന്നത്. അതെ, ഇനിയിപ്പൊ ഇവരെ വിട്ട് കഴിഞ്ഞിട്ട് വേറെ ടീമിനാണെങ്കിൽ ഞാൻ തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഗൈസ്, ടീം എ ആൻഡ് ബി ഇവിടെ റെഡിയാണ്. നമുക്ക് ഇവരെ കൊണ്ട് നേരെ ഒരു ചെറിയ ഗെയിമിലേക്ക് പോകാം. നിങ്ങൾ ലൈക്ക് ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് ഈ ഗെയിം നിങ്ങൾക്ക് അങ്ങനെ ചെറിയ ചീൽ ഗെയിം ആയിരിക്കും. അതായത് ഞങ്ങളൊരു ആർട്ടിസ്റ്റിന്റെ പിക്ചർ നിങ്ങളുടെ കയ്യിൽ തരും. അപ്പം ഓപ്പോസിറ്റ് ടീം അവരുടെ മാനറിസമോ അല്ലെങ്കിൽ അവരുടെ ശൈലിയോ എന്തെങ്കിലും കാണിച്ചിട്ട് അവരെ കൊണ്ട് അത് ഗസ് ചെയ്യിപ്പിക്കണം ആരാണ് ആ ആർട്ടിസ്റ്റ് എന്ന്. ഓക്കെ, 2 വണ്ടിക്ക് പോകണ്ടോ? ഇതില് വഴക്കാവും നമ്മള്. റെഡി അല്ലേ? ഓക്കെ, താടി മുടിയുണ്ട്. ബാബു തന്നെ നമ്മുടെ ടീമാണ്. സപ്പോർട്ടിങ് ആണ്. കൂടെയുള്ള ആൾക്കാർ സൈഡിൽ നിന്ന് കൗണ്ടർ അടിച്ചതാണ്. മോഹൻലാൽ, ലാല്, പ്രണവ് മോഹൻലാൽ, സിദ്ദീഖ്. താടിയുണ്ട്, മുടിയുണ്ട്. ഇതൊന്നും കണ്ടില്ല. ചേട്ടാ മറ്റേ ആക്ഷൻ കാണിക്ക് ചേട്ടാ. താടി മുടി. നടനല്ലേ? ആ ആക്ഷൻ അല്ലേ ചേട്ടാ മനസ്സിലായിരുന്നേ? അല്ലേ? എന്താണ് നരേന്ദ്രപ്രസാദോ? നരേന്ദ്രപ്രസാദാണോ? അതാണത്. അങ്ങനെ അങ്ങനെയാണോ പറഞ്ഞേനെ? സാധനം മനസ്സിലായി. ഫോൺ വിളിച്ചല്ല, ഇങ്ങനെ അപ്പൊ നരേന്ദ്രപ്രസാദിനായിരുന്നു മോഹൻലാൽ ചേട്ടൻ അഭിനയിച്ച് കാണിച്ചതാ ഇങ്ങനെ. ആരെ വിളിക്കുന്നതിനിടയില് എന്തായാലും നമുക്കിനി അടുത്ത ആർട്ടിസ്റ്റിനെ കൊടുക്കാം, നമ്മുടെ ടീം എക്ക്. അപ്പൊ ഞാൻ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെ വിളിക്കൂ? നീ ഐശ്വര്യമായിട്ട് ഇത് അങ്ങോട്ട് പിടിക്കുക, അവിടെ കാണാ, എന്നിട്ട് അങ്ങോട്ട് അഭിനയിക്കുക. പകുതിയെ കണ്ടുള്ളൂ. ഭദ്രകാളി നമ്മള് ടീമല്ലേ ശരിയാ. ആക്ഷൻ കണ്ടിട്ട് ഞാൻ എന്താ പറയാണ്ടിരിക്കാൻ പറ്റില്ല. വെള്ളം കോരി വെച്ചോ? എന്തോ എടുക്കുവോ? നാഗവല്യ, ശോഭനയാ. ഇങ്ങനെ നമുക്ക് തീർന്നില്ലേ? മനസ്സിലായതാണ്. പിന്നെ എന്റെ ആദ്യത്തെ അത് മനസ്സിലായില്ല. അത് കട്ടില് നരേന്ദ്രപ്രസാദ് ഫോൺ വിളിച്ചോല്ലേ? പോയിക്കോട്ടെ എന്നാ. എന്തായാലും അടിപൊളി ചേച്ചി. അപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നാഗവല്ലിനെയാണ് ഇങ്ങനെ കാണിച്ചത്. കട്ടിൽ നോക്കി. വണ്ടർഫുൾ. ഇനി നമുക്ക് അടുത്ത ചെറ്റ് കാണിക്കാം. ഓക്കെ, ബാസേട്ട വിളിക്കാം അല്ലേ? ബാസേട്ടാ
എന്റെ ദൈവമേ. ഐശ്വര്യമായിട്ട് ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ ഇരുന്നോളൂ. ഒന്ന് കാണണം ആ അഭിനയത്തിന്റെ. ചേടാ, ഇത് വലിയ ചതിയായി പോയി കേട്ടോ. ഒന്നുമില്ല, ചെറിയ ഉറുമ്പടിക്കുന്ന ഒരു വേദന, അത്രേ ഉള്ളൂ. കാണിച്ചോ. ഇത് എനിക്ക് തന്നെ വന്ന് പെട്ടല്ലേ. കാണിച്ചു, ധൈര്യമായിട്ട് കാണിച്ചോ. എങ്ങനെ കാണിക്കും? സത്യം കാണിക്കേ. എന്നിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നു. ആ നാളെ വരാം. ഇന്നലെയോ നമ്മൾ നമ്മള് നമ്മൾ ആ, ഇവിടെ 4 4 പേര്. പേര് ഇവിടെ ഉണ്ട്. വന്നു, വന്നു. ഇവിടെ പാടാൻ പാട്ട് വന്നു, പാടണം. നമ്മൾ സംസാരിക്കുന്നു. മുണ്ട്, മുണ്ട്, മുണ്ടൂരാൻ. എന്താ എന്താ നടക്കില്ല മോനെ. 4 പേര്. 4 പേര് എന്തിനാ വന്നതെന്ന്? ഇന്റർവ്യൂ ഇന്റർവ്യൂ. അവിടെ ഗ്രൂമിംഗ് ബ്ലോസമില്ലേന്ന് ടിവി. ഓ വേറെന്താ കണക്ഷൻ ഉണ്ട്? മനസ്സിലായി. ടിവിന്ന് എന്താ എന്താണോ എന്തിനാ ഇവര് വേറെന്തോ കഥ ടിവി ആ എവിടെ എവിടെ? നമ്മൾ 4 പേര്. ടിവിയിൽ എന്തോ കണ്ടു എന്നാണ് പറയുന്നത്. നമ്മൾ 4 പേര്. ഇപ്പോ പറഞ്ഞു എവിടെ? എവിടെ? നമുക്ക് 4 പേര്. ടിവി ടിവിയാ. എന്താ ഇന്നലെ എന്താ ഐറ്റം ഐറ്റം വേറെ. ഐറ്റം വേറെ ഐറ്റം വേറെ ആ ഐറ്റം വേറെ. ആ ഓക്കെ, അവിടെ ഐറ്റം വേറെ. വാസി, ഇത് അതിലൊന്നും നിക്കണം. എന്റെ റൂട്ട് എനിക്ക് മനസ്സിലായി, പക്ഷെ അത് ഇവിടെ എത്തൂല്ല. ഐറ്റം വേറെ. നരേന്ദ്ര പ്രസാദ് എത്രയോ ഭേദം. ഇംഗില അച്യുതാനന്ദൻ 5 ചവിട്ടി. മാവേലി മാവേലി. മാവേലി എവിടെ? മാവേലി എവിടെ? പാതാളത്ത്. മാവേലി ചോറ്. ഓണം മാവേലിയോ? ഓണം 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 ടിവി ഓണം നമ്മൾ ടിവിയില്. എന്താണ് ഇനി വേറെ കാണിക്കാം. ഇനി ഇത്രയും പറഞ്ഞോട്ട് കണക്ട് ചെയ്യാമെങ്കിൽ നിങ്ങൾ വിളി കിട്ടും. ഇപ്പൊ മനസ്സിലായി. ഓണത്തിന് നമ്മുടെ ഐറ്റം വേറെ വേറെ വന്നു. സണ്ണിലി. സണ്ണിലി. അതാദ്യം കാണിക്കാൻ പാടാണ്. എന്റെ മനുഷ്യനെ ചിരിച്ചിരിച്ചിരി വഴിയായി. അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഓണത്തിന് അല്ല, ഓണത്തിനുള്ളത് ടിവിയിൽ ഐറ്റം കണ്ടത്. അതൊരു പുള്ളിക്കാരിക്ക് ഇഷ്ടമായിരുന്നു. ഓ, ആ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റ് ഒന്ന് കേക്കട്ടെ. സണ്ണി ലിയോണിനെ കണ്ടത് ഞങ്ങളില്ല, ഞങ്ങൾക്ക് കാണാൻ കിട്ടിയില്ല. ഞങ്ങൾ ആദ്യമേ പറഞ്ഞു വിട്ടു. എല്ലാരും വയ്ക്കോന്നല്ലേ? സാരമില്ല, ഓ, ഇത് അന്യായ ചെയ്തായി പോയി. ഇതൊക്കെ വരാൻ കിടക്കണല്ലേ ഉള്ളൂ. ഈ ഒരു ആക്ടറിനെ ശരിയായിട്ട് അഭിനയിച്ച് കാണിക്കുക, എങ്ങനെയെങ്കിലും പറയിച്ചാ മതി. എന്തോ പണി കൂടാ. ഐശ്വര്യമായിട്ട് ഇത് ഞാൻ പിടിക്കാം. ഒന്നും ചെയ്യല. ശരിക്കും സീരിയസ്ലി ഉം. അത്ര കോൺഫിഡന്റ് ആണോ? ആ പോ ആ സ്മെല്ല്, മണം. ചേട്ടന് മനസ്സിലായിട്ടോ? പൂ ആ പൂ നല്ല മണമുള്ള പൂ. ലവ്. ആ റോസാപ്പൂ. പ്രണയം. റോസാപ്പൂ. ആ റോസാപ്പൂ റോസാപ്പൂ തിന്നാ തേങ്ങ കുടിക്കാൻ എന്തോടായി കാണിക്കുന്നത്? റോസാപ്പൂ കട്ട് ചെയ്തോ? പണ്ട് ഉദ്ഘാടനം. അതിനെങ്ങനെ കാണിയത്? Inauguration ആണോ ഉദ്ദേശിച്ചത്? ഇതാണ് നമ്മുടെ ഉത്തരം. എനിക്കിത് യാതൊരു ബന്ധമില്ല, ഞാനിപ്പോഴേ പറയാണ്. എന്തായാലും നമുക്കിനി അടുത്ത ആർട്ടിസ്റ്റിലേക്ക് പോകാം. ഇനി അടുത്തത് ആരാ വരാൻ പോണ? വീണ്ടും പോൾസി ചേട്ടനാണ്. പോൾസി ചേട്ടൻ ചാൻസ് ആണ്. ആക്ച്വലി ഇനി നമ്മൾ ഓരോന്നും കൂടിയിട്ടാണ്. അപ്പം ഇറ്റ്സ് എ വെരി ടഫ് കോമ്പറ്റീഷൻ ഗൈസ്. പോൾസി ചേട്ടാ പ്ലീസ്. താങ്കൾ അഭിനയിച്ച് ഇന്നത്തെ ഒരു കോസ്റ്റ്യൂം കുറച്ച് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ അതിന് അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് നോക്ക്. വയലിൻ, മൃദംഗം, മൃദംഗം, മൃദംഗം. വയലിൻ, മൃദംഗം, സംഗീതം, സംഗീതം സംഗീതം, പഠിക്കാനായുള്ള മോഹം. പാട്ട്,
ചേട്ടനെ പാട്ട്. എന്താ പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പാട്ടുകാരനാണോ? പാട്ട് പാട്ടുകാരൻ. പാട്ടുകാരനാണ്. പാട്ടുകാരൻ. പാട്ടുകാരനാണോ? പുള്ളി പാടുകയും ചെയ്യും അഭിനയിക്കുകയും ചെയ്യും. മുടിയില്ല. മുടിയില്ല. ഓ മുടിയില്ലാത്ത പാട്ടുകാരൻ. ചേട്ടാ ആ ക്യാരക്ടർ ഒന്ന് അഭിനയിച്ചു. എനിക്ക് ഇപ്പഴേ പിടികിട്ടി കേട്ടോ. ആണോ? മുടിയില്ലാത്ത പാട്ടുകാരൻ. പറഞ്ഞോ? അത് പറയണ്ട. അതിന്റെ പേര് പറഞ്ഞോളാം. ഞങ്ങള് വെയിറ്റിംഗ് ആണ്. പറയൂ. എന്തോ പറയുന്നേ കാണിക്കേ. അത് പറഞ്ഞു. ഏതെങ്കിലും ഒരു സിനിമ പേര് വെച്ചൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താലോ? മൃദംഗം വയലിനും ഉണ്ട്, പാട്ടും പാട്ട്. പാടും. സിനിമ പേരോ? മൃദംഗ വയലിൻ പാട്ടും. അങ്ങനെയുണ്ടോ സിനിമ? കൊച്ചാണ്. കൊച്ച്. കൊച്ചിന്റെ മേളില് കൊച്ചിന്റെ കുഞ്ഞാവ, അതിന്റെ അപ്പുറത്താ പൂവ്. തിരുമേനി, കൈതപ്രം, കൈതപ്രം, കൊച്ച്. ഓ പുള്ളി അതാ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. കുട്ടി, കുട്ടി, കുഞ്ഞ്. കുട്ടി, കുട്ടി, കുട്ടി. കുട്ടി നമ്പൂതിരി. കുട്ടി നമ്പൂതിരി. ഇത് വേറെ ഈസി ആയിട്ട് അല്ല. മുടിയില്ല. കുട്ടി നമ്പൂതിരി. നമ്പൂതിരി. ബാബു നമ്പൂതിരിയാണോ? കുട്ടി. 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 കുട്ടിയുണ്ട്. ആ വാക്ക് കട്ട് ചെയ്യാൻ കാണിച്ചു കൊടുക്കേ. ഒടുവിലുണ്ട് കൃഷ്ണനാണോ? അത് ഏത് വാക്കിയെ കട്ട് ചെയ്തപ്പോഴാണ് കിട്ടിയത്? കുട്ടി. രണ്ട്. രണ്ടക്ഷരം. രണ്ടക്ഷരം കുട്ടി. രണ്ട് വാക്ക്. രണ്ട് വാക്ക്. രണ്ട് വാക്കല്ല. രണ്ട് വാക്ക്. ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. നെടുമുടി വേണു. നെടുമുടി വേണുന്റെ കൂടെ ഉള്ള. നെടുമുടി വേണുന്റെ കൂടെ ഉള്ളതാ. നമ്പൂതിരിയാണ്. മുടിയില്ല. മനോജ് കെ ജനോ? ആ. മനോജ് കെ ജനോ? മനോജ് മുടിയില്ലാത്ത ഏതത്? ഇതാണ് ദിഗംബരൻ. എന്റെ പൊന്നെ. അത് ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞത്. ഇങ്ങനെ കാണിച്ചാ ഇങ്ങനെ പോരാ. കാണിച്ചാൽ മതിയായിരുന്നല്ലേ? അവിടുന്ന് ജയന്റെ ആക്ഷൻ ഓ. കണ്ടോ? ഞങ്ങളുടെ സൈനയിലുള്ള ഞങ്ങളുടെ ടീം മൊത്തം ഫുള്ളി പാക്ഡ് ആണ് guys. അത് ഇത് കാണിച്ചാൽ മതി. അതാ, ഓ ഇത് കടിച്ചാൽ അപ്പം മതി. എന്തായാലും ഇനി ഫൈനൽ റൗണ്ടിലേക്കാണ് പോകുന്നത്. ഇത്തിരി ആയിക്കോട്ടെ. സമയം എടുത്തു. വീണ്ടും സുമി. ചേച്ചിയാണ്. കഴിഞ്ഞ നാഗവല്ലിനല്ലേ കിട്ടിയത്? അതെ. ഇത് ആരാ നോക്കട്ടെ. ഇത് ഞാനും നോക്കുന്നില്ല, ഞാനും ഒന്ന് കാണട്ടെ. സുമി ചേച്ചി അഭിനയിച്ച് ഗസ് അതെ, അത് ചെയ്യും. നല്ലൊരു തീരുമാനമായി. ഞങ്ങളെ നിങ്ങളാണല്ലേ? ഞാൻ, നീ, വെടിവെച്ച സല്യൂട്ട്, ഷൂട്ട്, ഓ മനസ്സിലായി മനസ്സിലായി പോലീസ്. മനസ്സിലായി. ആ, ആ. നീ, വാസി, പട്ടാളക്കാരൻ, സല്യൂട്ട്, ആ ഡയലോഗ് പറയിപ്പിക്കേ. സല്യൂട്ട് അടിക്കുന്നത് വേറെ. പുരുഷൻ തന്നെ ഇരിക്കണം. വാസിയുടെ പേരാണോ പറഞ്ഞത്? നീ, നീ, നീ സല്യൂട്ട്, ഞാൻ, ആദരിച്ചോ? അവാർഡോ? ഞാൻ, രാജാവ്, മന്ത്രി, പഴശ്ശിരാജ, മണിയടിച്ച ഇങ്ങനെ കാണിക്കണം. പഴയ നടൻ അറിയുന്നതാണോ? പുതിയതാ? മീശയൊക്കെ ഉണ്ടോ? രാജാവ്, ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഇതിലുള്ള നടനാണ്. ഇപ്പം ഇപ്പൊ കയറ്റി നിൽക്കുന്ന ആള്. കയറ്റി നിൽക്കുന്ന നായകൻ ഷൈൻ ടോം ചാക്കോ, മമ്മൂട്ടി. യങ് ആണ്. ഇതെന്നെ കാണിക്കുന്നത് കോട്ട് എടുത്തിരുന്നോ? കോട്ടാണോ ഉദ്ദേശിക്കുന്നത്? സഹായിക്കാവോ? കോട്ട് സഹായിക്കണം. സാഗർ രസാക്കി. സഹായിക്കട്ടെ. സഹായിച്ചോ. എടി പോത്ത് അത്ര ഒന്നും കാണിക്കണ്ട, മറോ. സുരേഷ് ഗോപി. സുരേഷ് ഗോപി. ആ ഓ ആ ഗോപി. ടാറ്റാണ് ഗോപി ടാറ്റ. ഗോപി അല്ല, അറിയാം, കാണിക്കട്ടെ, കുറെ കാണിക്കാം. ഗോപി അല്ല, ആ വേറെ. ജയറാം. സുരേഷ് ഗോപി അല്ല, വേറെയാണ്. ഗോപി സുന്ദർ. കൃഷ്ണനാ? സുരേഷ് ഗോപി. സുരേഷ് കൃഷ്ണ.
യെസ് സുരേഷ് എവിടെയാണ് കാണിക്കണേ? എന്താ ഓ അത് നിക്കില്ലായിരുന്നു. കൺവിൻസിങ് സ്റ്റാർ നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ മനസ്സിലാക്കി. സുരേഷ് കൃഷ്ണ കാണിക്കണേ? അതാണ്. ഞാനതാണ് ഉദ്ദേശിച്ചത്. ചേച്ചിയാണ് മറ്റേ നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ വക്കീലുമായിട്ട് വരാം. ഇവള് അതാണ് ചേച്ചി കൊട്ടുപാടി അവിടെ എടുക്കണത്, കാണിക്കാൻ വോട്ട് പറഞ്ഞത്. എടുക്കണത്. അത് കേട്ടില്ല. സങ്കടം തോന്നി എനിക്ക് ഇവിടെ വരുന്നത്. അപ്പം എന്തായാലും ഗൈസ് ഇറ്റ്സ് എ ടൈ കേട്ടോ. ആ ഓക്കെ. It's a tie. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഗെയിം? അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നത് പോൾസൺ ചേട്ടനാണ് കുറച്ചധികം പെട്ടുപോയത് മനോജ് കെ ജയനെ കാണിക്കാനായിട്ടല്ലേ. എനിക്ക് അത് ശരിക്കും കാണിക്കാൻ അറിയായിരുന്നു. പിന്നെ ഞാൻ ഇവരെ കൊണ്ടും അതെങ്ങനെ ഇങ്ങനെ കാണിച്ചേനെ? കുഴപ്പിയതേ. അല്ല ഈ സംഭവം ഇത് നെടുമുടി വേണോ? നെടുമുടി വേണം. അത് ഞാൻ ഇപ്പോഴാണ്. അല്ല ആള് ഉദ്ദേശിച്ച ഈ കുട്ടൻ അതൊന്ന് പറഞ്ഞ കുട്ടൻ അത് റൂട്ടാണ്. കുട്ടൻ തമ്പുരാനാണ് കാണിച്ചത്. കുട്ടൻ തമ്പുരാൻ. കുട്ടന്റെ വേറെ അല്ല, വേറെ പറയാനാണ്. പുള്ളി കാണിച്ച പുള്ളിക്കൊക്കെ നമുക്ക് പിടിയിട്ടുണ്ട്. അല്ല തലമുടിയില്ല പാട്ടുകാരനാണോ കടന്ന് ചിന്തിച്ചത്. അല്ല എനിക്ക് അതല്ല ഇഷ്ടപ്പെട്ടത്. ഇവിടെ നമ്മുടെ ബാസി ചേട്ടൻ സണ്ണി ലിയോണെ കാണിച്ചത് നമ്മൾ ഇന്നലെ ടിവിയില് കണ്ടില്ല എന്നൊക്കെയുള്ള രീതി. അത് നമ്മള് 4 പേര് എന്നെ കൂടെ ചേർക്കുന്ന എന്തിനാ? നിങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്. ഫ്ലവേഴ്സിൽ പുള്ളിക്കാരി വന്നതാണ്. ഓണത്തിന് വന്നില്ലേ? അത് പറഞ്ഞപ്പോ മനസ്സിലായി. ആ ഈ സണ്ണി ലിയോൺ ഫ്ലവേഴ്സിൽ ഓണത്തിന് വരികയാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നമ്മളെയും കൂടെ അവര് ലൈക്ക് ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എക്സൈറ്റ്മെന്റ് അങ്ങനെയൊന്നുമില്ലായിരുന്നു. അവരതിനു മുമ്പ് നമ്മളെ ഷൂട്ട് ചെയ്തിട്ട് പാക്ക് പറഞ്ഞു ചെയ്തു. വിട്ടു. ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ആരും വേണ്ടെന്ന് പറഞ്ഞ് പോയിക്കോളാം അങ്ങനെ പറഞ്ഞു വിട്ടു. അങ്ങനല്ല, കുറച്ച് പേരുണ്ടായിരുന്നു. കുറച്ച് പേര് അതിന് മുമ്പിലത്തെ കുറച്ചുപേരെ ഞങ്ങളുണ്ടായിരുന്നില്ല. ഞാനില്ലായിരുന്നു. പുള്ളിയെ ഗേറ്റിന്റെ അവിടെ പറഞ്ഞു നടക്കണ്ടായിരുന്നു. ഇവിടെ ഒരു മറുകൊക്കെ അങ്ങനെ ആ മേഖല വഴി യാചകരുടെ ബഹളായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാചകരുടെ ബഹളം ഉണ്ടായിരുന്നു ആ ഏരിയ. ഒന്നും ഏറ്റില്ല. ഗേറ്റിന്റെ അല്ലേ ഇതില് ചിലർ മറ്റേ സിനിമ നടക്കണ്ടായിരുന്നു. സൗണ്ട് മാറ്റി. നിങ്ങളുടെ ഇടയിൽ ഇപ്പൊ ഇങ്ങനെ കോമഡി പറയുമ്പോ അധികം പാളിപ്പോയിട്ട് എയറിലാവുന്നത് ആര് ചേട്ടാ? അത് മിക്ക ആൾക്കാരുണ്ടാവും. ഞാൻ ആലോചിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ സ്റ്റേജിൽ നിങ്ങൾ പെർഫോം ചെയ്യുമ്പോഴായാലോ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുമ്പോഴായാലോ ഈ കോമഡി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് തന്നെ ചിരി വരില്ലേ? അതിന്റെ ആളത് ഫ്ലോറിന്ന് ചിരിക്കും. പക്ഷെ ഞാൻ ഇപ്പഴാർക്കെ ഇങ്ങനെ പെർഫോം ചെയ്തോണ്ടിരിക്കുക ഞാൻ അതിന്റെ ഇടയ്ക്ക് ആസ്വദിക്കും. എന്റെ ഡയലോഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ വിഷയം വരത്തില്ല. ഇപ്പൊ ഇങ്ങനെ വേറെ 2 ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഡയലോഗ് പറയുന്നിട്ട് നമ്മളിങ്ങനെ നിക്കുമല്ലോ, അന്നേരം കേൾക്കുമ്പോ ചിരിക്കും. അത് ഈ ഇടയ്ക്ക് തുടങ്ങിയ അസുഖം. ആണോ? അപ്പം ജഡ്ജസ് അത് സ്പോട്ട് ചെയ്യത്തില്ലേ? പറഞ്ഞിട്ടുണ്ട് നന്നാവൂ എന്നുണ്ട്. ആ ചിരി മാറ്റണം. അതായത് ഇപ്പൊ ഒരു കൗണ്ടർ വരുന്നുണ്ടേ എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഒരു ചിരി വെച്ചോളൂ. ഇവിടെ ആ ചിരിയിൽ ആ കൗണ്ടർ മുങ്ങി പോകും. ഒരു മുന്നോടിയായിട്ടുള്ള എനിക്ക് അങ്ങനെ അബദ്ധം. ഞാൻ ആകെ ഒരു തവണ ഇങ്ങനെ കോമഡി സ്കിറ്റ് ചെയ്തിട്ടുള്ളത്. എന്റെ ഡയലോഗ് പറയേണ്ടതിന് പകരം അവിടുത്തെ ആളുടെ ഡയലോഗ് ഞാൻ ഇന്ന് ചിരിച്ചു. എല്ലാരും ഡയലോഗ് പറയില്ല പണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, നിങ്ങളൊക്കെ ഓരോ കാട്ടായം കാണുമ്പോൾ നമുക്കുള്ള കമന്ന് കടന്ന് ചിരിക്കണ മാതിരി വരും. ഇവരിത് എങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ബാക്കിയുള്ള ഡയലോഗ് പറയുന്നത്? അങ്ങനെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടോ സ്റ്റേജിൽ കയറിയിട്ട് നിങ്ങൾക്ക്? എനിക്കെല്ലാം ചിരിച്ചിട്ടുണ്ട്. ഞങ്ങള് നമ്മളെ ബാലര സ്കിറ്റ് ചേർത്തലെ സ്റ്റേജിൽ ഒരു ഗാനമുള്ള ഗ്യാപ്പാ. ഭയങ്കര ജനം. ഞാനും തോൾസനും ബിൽബി എന്ന് പറഞ്ഞ നമ്മുടെ കൂടെ ആർട്ടിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ 3 പേരും സ്റ്റേജിൽ കളിച്ചോണ്ടിരിക്കുന്നു ലൈവേ. അപ്പം എന്തോ പറഞ്ഞപ്പോ ചെറുതായിട്ടൊന്ന് എനിക്ക് ചെറിയ വെള്ളിയില് ഉടക്ക് വന്നു. സാധനം വന്നു. കേട്ടപ്പോ ബിൽബി ഓപ്പോസിറ്റ് നിൽക്കുക. ബിൽബി ഒരു ഒറ്റ ചിരി. പിന്നെ ചിരി നിർത്താൻ പറ്റുന്ന ഭയങ്കര ചിരി. പിന്നെ ഞാനേ ഇവൻ ഇങ്ങനെ നിന്നിട്ട് ആ പുള്ളിക്ക് ഒരു വെള്ളി കൊടുക്കും കിടക്കും. പിന്നെ എനിക്ക് ചിരി എന്ന് പറഞ്ഞാൽ 3 പേര് നിന്ന് ചിരിക്കുക സ്റ്റേജിൽ. അപ്പൊ ആൾക്കാർ അതിലും വലിയ ചിരി. അവർക്ക് മനസ്സിലായി ഈ കേസ് കൊണ്ട് 3 പേര് നിന്ന് ചിരിച്ചോണ്ടാ സ്കിറ്റ് കളിച്ച് തീർന്നത്. ഒരുവിധം കളിച്ചു തീർത്തിട്ട് ഡയലോഗ് പറയാം. അതുപോലെ സ്റ്റേജിന്റെ പുറകെ സ്കിറ്റ് തീർന്ന് ഓടി പുറകിലേക്ക് ഓടി. ഈ കയ്യിന്ന് പോയാലും മേക്കപ്പ് ചെയ്യുന്നതിന്റെ സാമ്രാട്ടാട്ടാ ഇവിടെ ഇരിക്കുന്നത് അല്ലേ? ചേച്ചിയുടെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. പിന്നെ തല പോകുന്ന അതായത് എല്ലാം ഞാൻ കുരുക്കിപ്പെടുന്നതാണ് വൈറലാവുന്നത്. സത്യം പറഞ്ഞ ചമ്മണ്ടാലാന്ന് വിചാരിച്ച അടുത്ത ഡയലോഗ് കയറി പിടിക്കുന്ന തലയൊക്കെ ഇടിച്ചിട്ട് അന്ന് വേദന ചേച്ചി. പിന്നെ നല്ല വേദനയായിരുന്നു. എന്നിട്ട് അത് സഹിച്ച് ബാക്കി ചെയ്തു. അത് കാരണം ഒരു കട്ട് വന്നു കഴിഞ്ഞാൽ പറയുന്ന മാതിരി ആ ഒരു ഫ്ലോ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട്
പോയി. നിങ്ങളുടെ ഈ സ്കിറ്റ് ശരിക്കും ഒറ്റ തവണയാണോ ഷൂട്ട് ചെയ്യുന്നത്? നമുക്ക് കുറച്ച് മറ്റേ അന്തർരേഖ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഗൈസ്. നിങ്ങളുടെ സ്കിറ്റ് ശരിക്കും ഒരു തവണയാണോ ഷൂട്ട് ചെയ്യുന്നത്? ആ, അപ്പം ഈ നിങ്ങൾക്ക് ഒരു ബസർ കിട്ടുന്ന ദിവസമൊക്കെ വിഷമാവൂലേ? ബസർ നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് അത് കിട്ടുമ്പോ സങ്കടാവുമല്ലോ. സങ്കടാവും. പിന്നെ എല്ലാ സ്കിറ്റും വിജയിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. അന്നേരം അവിടെ നിന്ന് മൈൻഡ് പോയി റൂമിൽ കിടന്ന് കാര്യം. താങ്ക് യു സാർ പോയിട്ട് കാര്യമല്ലേ. അല്ല, അപ്പൊ ഓരോ സ്കിറ്റും കൊണ്ട് പോകുമ്പോ നിങ്ങൾക്ക് അറിയോ ഇത് കിട്ടുമോ, അങ്ങനെ ഒരു സംഭവമാണോ, അതോ ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ടായിരിക്കും പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ തരുന്ന സ്കിറ്റ് നമുക്ക് എന്തായാലും കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ തന്നെ പോണത്. അത് ചിലപ്പോൾ പ്ലേ ചെയ്യുമ്പോ അതിന്റെ രീതി മാറിപ്പോയാൽ ചിലപ്പോ അങ്ങനെ സംഭവിച്ചു പോണാണ്. സ്കിറ്റ് എല്ലാം ബേസിക്കലി നല്ലതായിരിക്കും. നമ്മൾ കളിച്ച് കളയും ചിലപ്പോൾ. പിന്നെ കൂടുതൽ നിൽക്കുന്ന ആളുടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മറന്നു പോയിട്ട് ചിലപ്പോ ഒരു ഏരിയ ഒക്കെ അങ്ങ് പോകും. നമ്മള് ഒരു ഡയലോഗ് അങ്ങ് മാറിയാൽ ചിലപ്പോ ഒരു ഏരിയ ഒക്കെ അപ്പുറത്തെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ ക്ലൈമാക്സിലൊക്കെ ചെന്ന് നിൽക്കും പെട്ടെന്ന്. ഒരു സ്കിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എത്ര സമയം വേണം? നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞ സെറ്റ് ആവും. ചിലത് എത്ര ഇരുന്നാലും സെറ്റ് ആവൂല. കണ്ടന്റൊക്കെ നല്ലതായിരിക്കും, റൂട്ടും കാണും, കൗണ്ടർ കയറാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ അങ്ങ് ഇരിക്കും. ആണ് ഏറ്റവും പെട്ടെന്ന് സെറ്റായ ഒരു സ്കിറ്റ് ഏതായിരുന്നു? അതിന്റെ ഒരു ടൈം സ്പാൻ ഓർമ്മയുണ്ടോ? ഒറ്റ ദിവസം കൊണ്ട് ഒരു പറഞ്ഞ ഫ്ലോറിൽ കയറിയിട്ടുണ്ട്. ആണോ? പറഞ്ഞ് സെറ്റാക്കി അങ്ങനെ ഫ്ലോറിൽ കയറി. അതേതായിരുന്നു? ഫസ്റ്റ് നൈറ്റ് സ്ക്രിപ്റ്റ് ഒന്നും വേണ്ടി പെട്ടെന്ന് പെട്ടെന്നൊന്നുമല്ല. നമ്മുടെ ഒറ്റ മറ്റേ വിനോദ പ്രോഗ്രാമിന് പോയിട്ട് വന്നത് രാവിലെ സെറ്റ് ചെയ്തു. കുറച്ച് സമയം കിട്ടി, ഒരു ഉച്ചവരെ സമയം കിട്ടി. ഫസ്റ്റ് നൈറ്റ് സ്കിറ്റ് മുത്തശ്ശി നമ്മൾ ബമ്പർച്ചിരി ചെയ്ത മറ്റേ ആ ബസ് സ്റ്റോപ്പ് സ്കിറ്റ് ആ സ്കിറ്റ് ഒറ്റ ദിവസം കൊണ്ടായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അല്ലേ? അത് ഒരു ഷോർട്ട് ഫിലിം സബ്ജക്റ്റ് ആയിരുന്നു. സീരിയസ് ആയിരുന്നു. അതിന് കോമഡി ആക്കി ഒറ്റ ദിവസം കൊണ്ട് സെറ്റ് ചെയ്തെടുത്ത്. ഇവിടെയോ നിങ്ങൾ അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ച് കളിച്ചൊരു സ്കിറ്റ് ഏതാ? ചുരുങ്ങിയ സമയം പഠിക്കാനൊക്കെ എളുപ്പമാണ്. ഇത് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു പണി. ഞങ്ങൾ കുറച്ച് ടൈം എടുത്തേ സാധാരണ സ്കിറ്റ് ചെയ്യാറുള്ളൂ. ടൈം ഒരു ദിവസം അങ്ങനെ ടൈം കിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ചെയ്യാറില്ല, വിടും. ഏറ്റവും പെട്ടെന്ന് ചെയ്ത് എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മുടെ ക്രിസ്ത്യൻ ബൈബിൾ നാടകം പെട്ടെന്ന് ചെയ്തത്. ഞാൻ കമ്മിറ്റി സംഘാടകനായിട്ടുള്ള ആ സ്കിറ്റ് പെട്ടെന്ന്. എനിക്ക് നിങ്ങളുടെ ഭയങ്കര വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ബാല സംഭവമാണ്. ബാസിച്ചേട്ടന് ബാലം ആയിട്ട് വന്നു കഴിഞ്ഞാൽ തകർക്കും ആ സാധനം. മറ്റേ കുന്തിദേവിന്റെ ഇത് കഥ പറയുന്നുണ്ടല്ലോ, 5 മക്കൾ ആദ്യത്തെ പേര് വായിച്ചു. അയ്യോ, വേർഷൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ വേർഷൻ ചെയ്തിട്ടുണ്ട്. ബൈബിൾ നാടകം. ഈ ഒരു ബാല ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നല്ലേ? ബാല എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടുതൽ നാടകവും ബാലയും കാണണം നാട്ടിലാകുമ്പോൾ. അപ്പൊ നമുക്ക് അതിനോട് ഭയങ്കര താല്പര്യമാണ്, ഇഷ്ടമാണ്. നാട്ടില് ട്രൂപ്പ് ഒത്തിരി ഉണ്ട്. വൈക്കത്തും എന്റെ നാട്ടിലും കുറച്ച് ട്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ്, നമുക്ക് അറിയാവുന്ന മേഖലയുണ്ട്, പെട്ടെന്ന് അതിന്റെ ഒരു കോമഡി സാധനം കിട്ടുന്നല്ലേ? എന്തായാലും ഗെയിം ഒക്കെ കളിച്ച് ഇവര് ക്ഷീണിച്ചെന്ന് തോന്നുന്നു. നമുക്ക് സാപ്പാട് കഴിക്കാൻ പോകാം. ആയിക്കോട്ടെ. മീനാക്ഷി, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞില്ലായിരുന്നു കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് സാധനം. അത് പക്ഷെ വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കളയാം കേട്ടോ. പക്ഷെ നമുക്കൊരു എന്താ പറയുന്ന ഒരു സപ്പോർട്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ ചെയ്യുന്ന കേട്ടോ. അത് വേണമെങ്കിൽ അത് തൂക്കി കളയാലോ. എന്റെ തല മുട്ടുന്നതാണെങ്കിലും അല്ല, ഞാൻ പറഞ്ഞതാണ്. ഞങ്ങളുടെയൊക്കെ പറഞ്ഞതാണ്. അല്ല, അത് പറഞ്ഞോട്ടതല്ലേ പറയാനായിട്ട് പറഞ്ഞിട്ടൊന്നല്ലേ. അങ്ങനെ സപ്പോർട്ട് വേണം, ചാനലുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇനി ഭക്ഷണം കഴിക്കാൻ പോയാലോ? അവിടെ ചെന്നിട്ടാകാം ബാക്കി വിശേഷങ്ങൾ. ആയിക്കോട്ടെ. Come on, guys.